അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിവാദമായ സംസ്കാര സാഹിത്യ വൈസ് പ്രസിഡന്റ് നിയമനം റദ്ദ് ചെയ്തിരിക്കുന്നു KPCC. DCC സസ്പെൻഡ് ചെയ്ത പ്രദീപ് കുമാറിന് KPCC സംസ്കാര സാഹിതിയുടെ ചുമതല നൽകിയതാണ് വിവാദത്തിലേക്ക് നയിച്ചത്. KPCCക്ക് കീഴിലുള്ള സാംസ്കാരിക പ്രസ്ഥാനമാണ് സംസ്കാര സാഹിതി. മാടായി കോളേജ് നിയമന വിവാദത്തിലാണ് കണ്ണൂർ DCC പ്രദീപ് കുമാർ പയ്യന്നൂരിനെ സസ്പെൻഡ് ചെയ്തത്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, പ്രദീപിനെ നിയമിച്ച ആ നടപടി ഇപ്പോൾ KPCC റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. KPCC തീരുമാനിക്കുന്നു, അത് DCC എതിർക്കുന്നു. DCCയുടെ എതിർപ്പുള്ള ഒരാളെ KPCC സംസ്കാര സാഹിതിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരിക, അതും മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ DCC പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഒരാളെയാണ് നിയമിച്ചത്. എങ്ങനെയാണ് സംഭവിച്ചത് ഈ നിയമനവും? ഏത് സാഹചര്യത്തിലാണ് റദ്ദാക്കിയതും? അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മാടായി കോളേജിൻ്റെ ഈ നിയമന വിവാദം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അത് അല്പം ഒന്ന് ശാന്തമായി നിൽക്കുന്നു എന്നൊരവസ്ഥ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ KPCCയുടെ കലാ സാംസ്കാരിക പ്രസ്ഥാനം കൂടിയായിട്ടുള്ള സംസ്കാര സാഹിതി എന്നുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രദീപ് കുമാർ പയ്യന്നൂരിനെ നിയമിക്കുന്നത്. എന്നാൽ അതോടുകൂടി തന്നെ പയ്യന്നൂരിലെ അല്ലെങ്കിൽ മാടായിയിലെയും കല്യാശ്ശേരിയിലെയും ഒക്കെ ഒരു വിഭാഗം നേതാക്കൾ കൂടുതൽ പ്രകോപിതരായി. എങ്ങനെയാണ് DCC സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് KPCCയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന തലത്തിലുള്ള ചുമതല നൽകുക എന്നുള്ളതാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള ഒരു വിമർശനം. അതോടുകൂടി DCC വെട്ടിലായി. കാരണം DCC സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് KPCCയുടെ സംഘടന, അതായത് ഒരു പോഷക സംഘടനയായിട്ടുള്ള അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി വരുന്നത്. അപ്പോൾ DCCക്ക് അതിനകത്ത് ഈ പറയുന്ന ഒരു വിഭാഗത്തെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നുള്ള ഒരു ആശങ്ക വന്നു. അതോടുകൂടി തന്നെ KPCC പ്രസിഡന്റിനെ DCC നേതൃത്വം ബന്ധപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിലെ തന്നെ നേതാവാണ് KPCC പ്രസിഡന്റ് സുധാകരൻ ഈ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ഭാരവാഹികളെ അതിൻ്റെ ചുമതല വഹിക്കുന്നവരൊക്കെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇതിലെ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഈ നിയമനത്തിലെ ഭാരവാഹികളുടെ പട്ടിക താൽക്കാലികമായി മരവിപ്പിക്കാൻ വേണ്ടി KPCC തന്നെ നിർദ്ദേശം നൽകി. അങ്ങനെ ഈ പട്ടിക മരവിപ്പിക്കുകയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനമായി ഈ നേരിട്ട് ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC ആലോചന നടത്തിയോ അല്ലെങ്കിൽ KPCCയുടെ അംഗീകാരം വാങ്ങിയോ അല്ല ഇങ്ങനെ ഒരു നിയമനം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചില നേതാക്കളുടെ, അതിൽ പ്രത്യേകിച്ച് MK രാഘവനും അതുപോലെ തന്നെ KC ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണ് ഈ പ്രദീപ് കുമാർ പയ്യന്നൂരിനെ നിയമിച്ചത് എന്നുള്ള ആരോപണം കൂടി ശക്തമായ രീതിയിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് കണ്ണൂരിലെയും അതുപോലെ തന്നെ മാടായി കോളേജ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് KPCC നിയോഗിച്ചിട്ടുള്ള പ്രശ്നപരിഹാര സമിതിയിലുമൊക്കെ നിലനിൽക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് കൂടുതൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ പല മേഖലയിൽ നിന്നും ഒളിഞ്ഞും തെളിഞ്ഞും ഉയരുന്നുമുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. മാടായി അല്ലെങ്കിൽ ഒരു പാടായന്.